സോനം വാങ്ചുക് കത്തിച്ചു വെച്ച തീപ്പൊരി രാജ്യം മൊത്തം കത്തിപ്പടർന്നൊരു കാട്ടുതീയായിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയോ ഇല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ഉത്തരവില്ല. ചില ജെൻസി റീലുകളിൽ കാണുന്ന പോലെ അടുത്ത മാസം 1-ാം തീയതി സാലറി മേടിച്ചിട്ട് ഇറങ്ങി പോകാമെന്നുള്ള തീരുമാനത്തിലാണോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയാൻ പാടില്ല. സോ ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഒരു ഫേസ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുകയാണ്. ഓക്കെ, പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല രാഷ്ട്രീയക്കാരും ഈ പ്രൊട്ടസ്റ്റിനെ അവരുടെ പേഴ്സണൽ അജണ്ടാസ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് വിടുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാനിടയായി. പിന്നെ കുറേ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ റീലുകൾക്കുള്ള ക്രിറ്റിസിസവും കാര്യങ്ങളും, പിന്നെ ഇവിടെ തന്നെയുള്ള BJP നേതാക്കന്മാരെ മക്കളിൽ ചിലർ, പ്രമുഖ BJP നേതാക്കന്മാരിൽ മക്കളിൽ ചിലർ അവരുടെ റെസ്പോൺസ്, അങ്ങനെ കുറച്ചധികം റീലുകളും ന്യൂസുകളും ഒക്കെയാണ് ഞാനിവിടെ ഇന്ന് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ വിഷയം എന്താണെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി വെൽഫെയർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് അവർ യൂത്ത്. We have decided to set a fast-track court to ensure swift and stringent punishment for those involved in paper leaks. Have directed the concerned authorities and officials to take all necessary steps in this regard. This continues our series of steps for safeguarding the interests of students. Those who try to harm the future of our youth will not be spared. അങ്ങനെ പറഞ്ഞ് ഒരു എഴുത്ത്, അതായത് യൂത്തിനെ അറ്റ്മോസ്റ്റ് പ്രയോറിറ്റിയിൽ കൺസിഡർ ചെയ്യുന്നു. ഈ പേപ്പർ ലീക്കുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളെ പണിഷ് ചെയ്യാൻ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇവർ എൻഷുർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓൾറെഡി ഈ പേപ്പർ ലീക്ക് റിലേറ്റഡ് ആയിട്ട് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ള ആളുകളെ ഒക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൾറെഡി ചെയ്തതാണ്. സോ ഇത് ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇത്രയും വലിയൊരു സംഭവം രാജ്യത്ത് നടക്കുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യണമല്ലോ പ്രധാനമന്ത്രി. അതിന് വേണ്ടിയിട്ട് ഇട്ട ഒരു സാധനം മാത്രമായിട്ടാണ് തോന്നുന്നത്. ഇതിലെവിടെയും ഈ സ്റ്റുഡൻസ് എന്തിനു വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു ആ കാര്യങ്ങളുടെ ഒരു തരി പോലും എന്തില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ആ സാധനങ്ങൾ എൻഡോസ് ചെയ്തതായിട്ട് കാണുന്നില്ല. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊരു മാറ്റം കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കുകയോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഒരു തരത്തിലുള്ള ക്ലൂ ഇതിനകത്തില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഇതേപോലൊരു സാധനം ട്വീറ്റ് ചെയ്തിട്ട് ആര് പോയി? നരേന്ദ്രമോദി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ അങ്ങോട്ട് നൈസായിട്ട് പോയിട്ടുണ്ട്. ഇനി അമിത്ഷായും സെയിമാണ് പറഞ്ഞത്. യുവാക്കളുടെ ക്ഷേമമാണ് മോദി സർക്കാരിൻ്റെ ഉയർന്ന മുൻഗണന എന്നുള്ളത് പറഞ്ഞ് അങ്ങേരും ഒരു കൈയൊഴിഞ്ഞ മട്ടിൽ മാറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടുത്തെ കുറച്ച് റീലുകളാണ്. ഓൾറെഡി ജെൻസി പ്രക്ഷോഭമാണ്. ജെൻസി പ്രക്ഷോഭം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഭയങ്കര നമ്മൾ കാണാത്ത, കൺവെൻഷനലി കാണുന്ന ഒരു പ്രൊട്ടസ്റ്റിൻ്റെ രീതിക്കൊന്നും ആവില്ല. സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെ അധികമായിരിക്കും. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. ഈ പ്രൊട്ടസ്റ്റിന് പോകുന്നതിന് മുമ്പ് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞ് മെഹർ ചെയ്തിട്ടുണ്ട്, റെന ഫാത്തിമ ചെയ്തിട്ടുണ്ട്. റെന ഫാത്തിമയും മെഹറും ചെയ്ത വീഡിയോ ആണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത്. നോർത്ത് ബെൽറ്റിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ്, അത് ആണും പെണ്ണും ഒക്കെ ഈ വിഷയം ചെയ്തിട്ടുണ്ട്, ഗെറ്റ് റെഡി വിത്ത് മീ. അതായത് ബ്യൂട്ടി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ എടുത്ത് റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന ആളുകൾ അവരുടെ കണ്ടൻറ്റിൻ്റെ ഒരു പാറ്റേണിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടൻറ്റ് തന്നെയാണ് ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ളത്. സോ അവർ ആ ഒരു പാറ്റേണിൻ്റെ ഒപ്പം ഈ പ്രൊട്ടസ്റ്റിലേക്ക് പോകുന്ന സാധനം കൂടി ആക്കി കണ്ടൻ്റ് ആക്കി. ഓക്കെ, ദിസ് ഈസ് ദ തിങ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടൻറ്റിന് ഭീകരമായിട്ടുള്ള ബാക്ക്ലാഷാണ്. അതായത് കുറേ പേര് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഫുൾ മീനിങ് നിങ്ങൾക്കറിയൂ, അതിൻ്റെ സഹനം, ത്യാഗം നിങ്ങൾക്കറിയൂ. ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ നിനക്കതൊരു കോണ്ടൻ്റ് ആണോ, ഒരു പ്രൊട്ടസ്റ്റിനെയാണോ ഈ രീതിയിൽ നിങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീ ആക്കി ചെയ്തിട്ട് അതൊരു കോണ്ടൻ്റ് ആക്കി മുതലെടുക്കാൻ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഭീകരമായിട്ട് ഇവർക്കെതിരെ എന്തുണ്ട്, ഭയങ്കരമായി സൈബർ അറ്റാക്ക് ഉണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് പറയുന്നത്. മേ ബി റൈറ്റ് ഓർ റോങ്, ഇത് എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. ജെൻസി പ്രക്ഷോഭമാണ്. നമ്മൾ ഇന്ന് വരെ കാണാത്ത പല അഡാപ്റ്റേഷൻസും നമുക്ക് ഈ പ്രൊട്ടസ്റ്റിൽ കാണാൻ പറ്റും, കാണാൻ സാധിച്ചിട്ടുണ്ട്, ഇല്ലേ? അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത്. മിണ്ടാതെ ഒരു പ്രൊഫൈൽ ഉണ്ടായിട്ട് ഒരു ഇൻഫ്ലുവൻസറാണ്, കോണ്ടന്റ് ക്രിയേറ്ററാണ്, സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നിട്ടില്ലല്ലോ ഇവരാരും. ഇരുന്നോ? ഇതിൽ തന്നെ റെന ഫാത്തിമ വളരെ കൃത്യമായിട്ട് വളരെ എലാബറേറ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചു നീട്ടാതെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട്
ആ കുട്ടി ഒരു വീഡിയോ എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റ് എന്നുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊന്നും അത്ര ട്രാക്ഷനോ റീച്ചോ സാധനങ്ങളോ ഇല്ല. പക്ഷെ ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനുണ്ട്. പക്ഷെ ഈ വീഡിയോനകത്തൊക്കെ ഇവർ പറയുന്നത് എന്താ, അപ്പോൾ മെഹർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും റെന ഫാത്തിമ വളരെ കൃത്യമായിട്ട് സർക്കാസ്റ്റിക്കലി ഗവൺമെൻറ്റിന് അവർ ചെയ്യുന്ന പരിപാടികളൊക്കെ നല്ല രീതിയിൽ കൊട്ടിയിട്ടാണ് ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീൽ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആദ്യം റെനയുടെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. Thing you need is a spine, because most of our celebrities don't have one. I'm wearing a very comfortable black and white outfit. The black represent our dark future and this white represent our government. I mean, they don't care about the future, and they are diminishing the thing called democracy. Anyways, their future is bright and secure if they don't care about us. Some perfume. I'm fixing my hair because my hair can be fixed, but never the government or people's mindset. I'm also carrying this. Okay, I'm all done. See you at the protest. Full police are at top. ഓക്കെ, അപ്പോൾ ഇതിൽ വളരെ എന്താ പറയുക സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സിസ്റ്റം ഫെയിലിയറിനെ കുറിച്ചിട്ടും ഇവിടെ ഇതിനെ പ്രതികരിക്കാതിരിക്കുന്ന സെലിബ്രിറ്റീസിനെയൊക്കെ അവരെയൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ആ കുട്ടി ആ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊഫൈൽ ഉണ്ടായിട്ട് അതിലൊന്നും ചെയ്യാതെ ചുമ്മാ ഈ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോയിട്ടൊന്നുമില്ല ഇവരൊന്നും. ഇവരൊക്കെ അവരുടെ കോണ്ടന്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, ആ പ്രൊട്ടസ്റ്റിന് അവർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ വീഡിയോ ചെയ്യുമ്പോൾ അത് അവർ ആ കോണ്ടന്റിൽ ഇൻക്ലൂഡ് ചെയ്തു. വാട്ട് ഈസ് എ പ്രോബ്ലം? ഇവിടെ അപ്പുറത്തെ സൈഡിൽ BJP സർക്കാർ കാശ് കൊടുത്ത് പേയ്മെൻറ്റ് തന്നാൽ നിങ്ങൾ റീല് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെയിലുകൾ അയച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പുള്ള ചെയ്യുന്ന കാലത്ത് അതിലൊന്നും വീഴാതെ അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ കോൺട്രിബ്യൂഷനാണ് അവർ ഇങ്ങനത്തെ കണ്ടന്റുകളാക്കി ചെയ്തിട്ടുള്ളത്. ഇതൊരു ജെൻസി പ്രൊട്ടസ്റ്റാണ്. ഇതിന് കൺവെൻഷനലി നിങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ സോനം വാങ്ചുക്ക് പോയിട്ട് അവിടെ നിരാഹാരം കിടന്നു. ഒരു ജെൻസിയോട് പോയി നിരാഹാരം കിടക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ചെയ്യില്ല. അതിന് വരെ അയാൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു 100 കിലോമീറ്റർ 50 കിലോമീറ്ററൊക്കെ ഒരു ഒരു മാരത്തോൺ പോലെ ഓടും പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ജെൻസീസിനോട് പറഞ്ഞാൽ ചിലപ്പോൾ കുറേ പുഷപ്പ് അടിക്കും, ചിലപ്പോൾ സൈക്കിൾ എടുത്ത് പോകും. പാറ്റേൺ വിൽ ബി ഡിഫറെൻറ്റ്. ഓരോ മോഡായിരിക്കും, മനസ്സിലായില്ലേ? അവിടെ സബ്വേ സർഫ് കളിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ വേഷം കെട്ടി വന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, റീൽസ് ചെയ്യുന്നുണ്ട് അവരവിടെ കിടന്നിട്ട്, അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഈ പ്രൊട്ടസ്റ്റ് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവരിലേക്കും എത്താണ്ടായ റീസൺ ഈ ജെൻസീസ് അല്ലേ. ഇത്രയും കാലം ഈ BJP സർക്കാരും ഈ ഗവൺമെൻറ്റും ഇവിടെ ഭരിച്ച് നമുക്ക് ഇത്രയും ഗതികേടുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സത്യത്തിൽ ഡിക്റ്റേറ്റർഷിപ്പാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്നൊരു നാട്ടിൽ ജെൻസീസിൻ്റെ ശബ്ദം ഉയർന്നപ്പോഴാണ് ഇത് 10 ആളിലേക്ക് എത്തി. ഇതിൻ്റെ മുന്നേ ഇവിടെ ഗുസ്തിക്കാർ സമരം ചെയ്തിട്ടില്ലേ, ഇവിടുത്തെ ഫാർമേഴ്സ് സമരം ചെയ്തിട്ടില്ലേ, അങ്ങനെ എത്ര വലിയ സമരങ്ങൾ ഡൽഹി തലസ്ഥാനം കണ്ടിട്ടുണ്ട്. പക്ഷെ ആ സമരങ്ങൾക്കൊന്നും കിട്ടാത്തൊരു വിസിബിലിറ്റി ഈ ജെൻസി സമരത്തിന് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ അഡാപ്റ്റഡ്, ദേ ഇവോൾവ്ഡ്. പ്രൊട്ടസ്റ്റിൻ്റെ രീതി മാറി. ഈവൻ നരേന്ദ്രമോദി വന്ന് ഇന്ന് ഈ സാധനം പറഞ്ഞ് എഴുതിയിട്ട് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഡിസേർവ് എ ക്ലാപ്പ് മാൻ. അല്ലാതെ അവരെ പോയിട്ട് നീ ഇങ്ങനെയാണോ കണ്ടന്റ് ചെയ്യേണ്ടത്, നീ അങ്ങനെയാണോ കണ്ടന്റ് ചെയ്യേണ്ടത്, ഇത് ചോദിക്കുന്നവരുണ്ടല്ലോ കമാന്നൊരക്ഷരം അവരുടെ പ്രൊഫൈൽ ഉണ്ടായിട്ടും മിണ്ടാത്തവരായിരിക്കും. അതാണ് അതിൻ്റെ കോമഡി. ഇത് കാണുമ്പോൾ അതിനടിയിൽ പോയി കമൻ്റ് ഇടും. അല്ലാതെ അവരുടെയൊക്കെ പ്രൊഫൈലിനകത്ത് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്തവരായിരിക്കും പോയി ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇതൊരു എന്താ പറയുക റൈറ്റ് സാധനമാണ്. ഇവരെ പോയിട്ട് കുറേ ചീത്ത വിളിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അതും കണ്ടന്റ് ആക്കി എന്നുള്ള ചോദ്യം ചെയ്യലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരെ കൊണ്ട് പറ്റുന്ന കോൺട്രിബ്യൂഷൻ അവർ കൊടുത്തു, ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ പറഞ്ഞതിലേക്ക് വരാം. ഇനിയുള്ളത് നമ്മുടെ ഇവിടുത്തെ കുറേ BJP നേതാക്കന്മാരുടെ കുട്ടികൾ. ഓക്കെ, അതിൽ തന്നെ മാധവ് സുരേഷ് ഗോപിയുടെ മകൻ. ഓബിയസ്ലി സുരേഷ് ഗോപി ഒരു എന്താ പറയുക സെൻട്രൽ മിനിസ്റ്ററാണ്, BJP ആണ്. സോ മകൻ എന്ത് പറയുന്നു, ദർ വിൽ ബി എ ക്യൂരിയോസിറ്റി. ഓക്കെ, അപ്പോൾ മാധവ് സുരേഷിൻ്റെ റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു: വാട്ട് എവർ ഹാപ്പനിങ് ഈസ് മെസ്ഡ് അപ്പ്. The ones who are supposed to protect our people are using brute force against the future of our country. The ones who are supposed to provide healthy competition to the ruling party are manipulating people into getting their agendas across instead of getting their own shit together. One or the other way, the common man woman in India is losing.
Good luck to the country. I hope we find a peaceful resolution to all these thoughts. It seems very unlikely now. India first always എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി ഇടുന്നു. To anyone who's expecting a neutral sheep-like celebrity response from me, I'm glad to disappoint you. Open your eyes and see what's actually going on. The students are being assaulted by one group and they're being used by the other group. And if you really give a damn about the future of our country, you won't be making this a political battle. I hope every Indian understand this. Forcing people to support a protest violates freedom of speech, which includes the right to remain silent, because enforcing confronting through coercion is a definitive hallmark of fascism. പ്രതികരിച്ചാൽ സുഡാപ്പി, പ്രതികരിച്ചില്ലെങ്കിൽ സംഘി. ദീസ് ആർ സ്ട്രോങ് വേർഡ്സ് മാൻ. ആ ഒരേ സമയം കുട്ടികളോട് സപ്പോർട്ട്, ഇതൊക്കെ ഞാനും പറഞ്ഞ എന്നോട് ചോദിച്ചാലും എനിക്ക് ഇതേ പറയേണ്ടുള്ളൂ. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, അവരുടെ പ്രൊട്ടസ്റ്റ് കറക്റ്റാണ്, ഈ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം, മാറ്റം സംഭവിക്കണം, ഇനിയെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇനി ആര് ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. കുട്ടികൾ ചോദ്യം ചെയ്തു. പക്ഷേ ഈ കുട്ടികളെ വെച്ച് ഉപയോഗിക്കുന്ന വേറെ രാഷ്ട്രീയ പാർട്ടിക്കാരും ബാക്കി രാഷ്ട്രീയം കളിക്കുന്നവരും അവരെ മാറ്റി നിർത്തണം. മാറ്റി നിർത്തണ്ടേ? അവരെ മാറ്റി നിർത്തിയേ പറ്റൂ. ലെറ്റ് ദി സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ്. അവരവരുടെ ഇഷ്ടത്തിന് പ്രൊട്ടസ്റ്റ് ചെയ്യട്ടെ. അവർ പീസ്ഫുള്ളായിട്ടല്ലേ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അവരുടെ ഇടയിലേക്ക് ബാക്കി സ്വാർത്ഥ താല്പര്യങ്ങളും കൊണ്ടുവരുന്ന ബാക്കിയുള്ള പാർട്ടിക്കാരും മത നേതാക്കന്മാരുമാണ് ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? കായം കലക്കി മീൻ പിടിക്കാൻ നോക്കുന്നത്. സെയിം കാര്യമാണ് ഇവിടെ മാധവ് സുരേഷ് എഴുതി വെച്ചത്. ഇനി ഇതറിയാം, ഇതിൽ പ്രതികരിച്ചാൽ സുഡാപ്പി, പ്രതികരിച്ചില്ലെങ്കിൽ സംഘി എന്നുള്ള ആ ഒരു സാധനം എഴുതി വെച്ചതിന് അടുത്ത സ്റ്റോറീസ് ഞാൻ മാധവിൻ്റെ കൂടെ വയ്ക്കാം. ഇതിൽ figured out his problem with me. Apparently I called every Muslim a Sudapi and I also supported both parties. Clearly what I did. May God help his lost child. Unnecessarily rude messages will be responded to in a similar manner. Someone told me their hate for BJP is bigger than their love for India. Please don't be like that. And one last time, I am apolitical and will remain so until a apt enough party forms in India on that prioritize the country over their own interest. ഇത് ഈസി എഗെയിൻ ഐ റിയലി അപ്രീഷിയേറ്റ് മാധവ് ഇതിൽ. കാരണം അച്ഛൻ BJP ആണെന്ന് വിചാരിച്ചിട്ട് ഞാനും BJP ആണെന്നോ എനിക്ക് സംഘപരിവാർ ചായ്വുണ്ടെന്നോ അതൊന്നും അല്ല പറഞ്ഞത്. ഐ ആം അപ്പോളിറ്റിക്കൽ ഫോർ നൗ. വൈ? ബിക്കോസ് മാധവിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, മാധവിന് തോന്നുന്ന ലൈക്ക് 10% ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ ഞാൻ രാഷ്ട്രീയം ചൂസ് ചെയ്യുന്നതാണ് മാധവ് പറയുന്നത്. അവിടെ ക്ലിയർ ആയിട്ട് മാധവ് തള്ളി പറയുന്നത് BJPനെയും കൂടിയാണ്. മനസ്സിലായില്ലേ? അതൊരു സ്ട്രോങ് സ്റ്റാൻഡല്ലേ. കുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്നു, പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ചതിപ്പണികളും വൃത്തികെട്ട മുഖങ്ങളും എക്സ്പോസ് ചെയ്യുന്നു കൃത്യമായിട്ട്. ഞാനതിലൊന്നും ഒരു കുറ്റവും കാണുന്നില്ല. പിന്നെ സുഡാപ്പി എന്ന് എഴുതി വെച്ചതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും സുഡാപ്പി എന്ന് മാധവ് പറഞ്ഞു എന്നുള്ളത് ഇവിടെ റീഡ് ചെയ്ത് വരുത്തേണ്ടതുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിനാണ് പ്രശ്നം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അവൻ്റെ മൈൻഡാണ് പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് കണ്ടിട്ട് ചാടിപ്പിടിച്ച് പോയിട്ട് മാധവ് സുരേഷ് എല്ലാ മുസ്ലിങ്ങളും സുഡാപ്പി എന്ന് വിളിച്ചതെന്നൊക്കെ പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിനകത്ത് അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ട്. അതെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫൈൻ. ഇനി അടുത്തത്, ഇനി നമ്മൾ KK ഫാമിലിയിലേക്ക് പോവാം. ഓക്കെ, KK ഫാമിലിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ കൃഷ്ണകുമാർ ഓൾറെഡി കൃഷ്ണകുമാറിൻ്റെ പ്രൊഫൈലിൽ മോദീൻ്റെ മറ്റേ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെ ആ ഡൽഹി എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാർ. അതിനിടയിൽ നല്ല രീതിയിലുള്ള കമൻസ് വരുന്നുണ്ട്. മക്കൾ കോപ്പി അടിച്ച് പാസ്സായ അച്ഛന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഒരു സൈഡിൽ കൃഷ്ണകുമാറിനെ പിടിച്ച് ഇറക്കിയിട്ട് വിടുന്നുണ്ട്. ഇതിനിടയിൽ ചർച്ചയാവുന്നത് ദിയ കൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയുടെയും ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റോറീസാണ്. ദിയ കൃഷ്ണയുടെ സ്റ്റോറിക്കകത്ത് ആദ്യം ദിയ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കുട്ടികളോടൊപ്പം സ്റ്റാൻഡ് ചെയ്യും, കുട്ടികളോടൊപ്പം നിൽക്കും. ഈ ദിയയുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൺവേ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. മനസ്സിലായില്ല? പലപ്പോഴും പറ്റാറില്ല. പല സാഹചര്യങ്ങളിലും
രണ്ട് തോണിയിൽ കാലിട്ട് പോകുന്നൊരു പരിപാടിയായിട്ട് നാട്ടുകാർക്ക് പല ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും പല പ്രവർത്തികളും തോന്നാറുമുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ മാക്സിമം ഏറെപ്പോക്കും ഇന്നേ വരെ നടന്നിട്ടുള്ളത്. ആദ്യം ദിയ ഇട്ടൊരു സ്റ്റോറി ബേസ് ചെയ്തിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന പ്രതിഷേധത്തിന് താൻ എതിരല്ല എന്ന് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാർ. ഈ പ്രതിഷേധത്തിന്റെ കാരണം തനിക്കറിയാം. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്നും സർക്കാർ ഉടൻ തന്നെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും ദിയ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പ്രാണികളെ പിന്തുണയ്ക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ തന്നെയും കുടുംബത്തെയും നട്ടെല്ലില്ലാത്തവർ എന്ന് വിളിക്കുന്നത് ക്രൂരതയാണ്. ഇത്തരം വിവാദങ്ങളിൽ നിന്ന് തന്നെയും കുടുംബത്തെയും ഒഴിവാക്കണമെന്നും ദിയയുടെ സാമൂഹ്യ മാധ്യമ കുറിപ്പ്. അതായത് CJPനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. അപ്പം ഞാൻ ഒരിക്കലും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ആ കൂട്ടായ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യൻ. ഞാൻ കോക്രോച്ചിനെ പോലെ അങ്ങനെ പതിയിരുന്നിട്ടോ അല്ലെങ്കിൽ ലേസി ആയിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള തോട്ട്സ് ഉണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്. സോ ഐ ആം നോട്ട് എ കോക്രോച്ച്. പക്ഷേ എല്ലാവരും ഇപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോക്രോച്ച് ആണ് അല്ലെങ്കിൽ കോക്രോച്ച് ആവണമെന്ന് പറയുമ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും 100-ൽ 75% സ്റ്റുഡൻസും യങ് യൂത്ത് ജെൻസി ക്രൗഡും അവിടെ പോയിട്ടുള്ളത് ഈ കോക്രോച്ച് ജനതാ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ BJPക്കെതിരെ വാളെടുക്കാനോ അല്ല. അവരുടെ ആവശ്യം എന്താ? ഇന്ന് അവരനുഭവിച്ചു, നാളത്തെ തലമുറ എന്ത് ചെയ്യരുത്? ഈ ഫെയിൽഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണം സഫർ ചെയ്യരുത്. മാറ്റം വേണം, മാറ്റം കൊണ്ടുവരണം, ആ മാറ്റത്തിനായി ചോദിക്കണം. ഇത്ര മാത്രമേ അവരുടെ മൈൻഡിലുള്ളൂ. പക്ഷേ ഇത് ചില ആളുകളുടെ നറേറ്റീവിനകത്ത് എന്താ പറയുക, അല്ലെങ്കിൽ അവർ തിങ്ക് ചെയ്യുന്നത് ഈ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കോക്രോച്ച് ജനതാ പാർട്ടിയാണ്, അവർ മോദിക്കെതിരെയാണ്, അവർ ഇന്ത്യക്കെതിരെയാണ്, അവർ BJPക്കെതിരെയാണ്. ഇവിടെ ആർക്കും എതിരെയല്ല. ആവശ്യമാണ് ചോദിച്ചു വാങ്ങുന്നത്. ആവശ്യം എന്താ? വിദ്യാഭ്യാസം എങ്ങനെ വേണം? ക്വാളിറ്റിയിൽ വേണം. അതിനു വേണ്ടിയിട്ടാണ് സമരം. അപ്പോൾ ഇവിടെ ദിയ ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഇട്ടു, ആ സ്റ്റോറീന് മുകളിൽ ദിയ ഏറെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ദിയനെ ഏറെ കയറ്റിയ ഒരു പ്രശ്നം എന്ന് പറയാം. പക്ഷേ ഇതേ സാധനം സ്റ്റോറി ഇട്ട ദിയ കൃഷ്ണ അപ്പുറത്തെ സൈഡിൽ വേറൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്കകത്ത് ഒരു റീൽ വീഡിയോ, ആ റീൽ വീഡിയോൻ്റെ ഒരു സാധനം ഇങ്ങനെ എഴുതി വെച്ചതെന്ന് വെച്ചാൽ, ഇഫ് ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് എബൌട്ട് ദി നീറ്റ് പേപ്പർ ലീക്ക്, വൈ ആർ പ്രൊട്ടസ്റ്റേഴ്സ് ക്യാരിങ് ഔറംഗസേബിൻ്റെ ഒരു ഫോട്ടോ എന്തിനാണ് കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ആക്ച്വലി ഈ വീഡിയോ ഞാൻ വോയിസിൽ പ്ലേ ചെയ്യുന്നില്ല. ഈ വീഡിയോനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി ബൈക്കിൽ ഇങ്ങനെ ഓടിച്ചു വരുമ്പോൾ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ അവർ ജെയിം വിളിച്ച് പോകുന്നുണ്ട് റോഡ് സൈഡിൽ. ഈ പോകുന്ന വഴിക്ക് ആരുടെയോ കയ്യിലൊരു പ്ലക്കാർഡിനകത്ത് ഔറംഗസേബിനെ പോലെ ഒരാളാണ് അവർ കയ്യിൽ കൊണ്ടു നടക്കുന്നതെന്ന് തോന്നിയിട്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര സീനുണ്ടാക്കി. ബട്ട് ലേറ്റർ ഓൺ അയാൾക്ക് തന്നെ മനസ്സിലായി അത് മോദിയുടെ ഫോട്ടോ ആണ്. ഓക്കെ, അത് മോദിയുടെ ഫോട്ടോ ആണ്. ഈ മോദിയുടെ ഫോട്ടോ ഇനി ഇങ്ങനെ ഔറംഗസേബായിട്ട് ഒരു സാമ്യം നോക്കണ്ട. അതൊക്കെ ഇവിടെ കുറേ കാലമായിട്ട്, അതായത് ഔറംഗസേബ്, മുഗൾ സാമ്രാജ്യം, ആ ടൈം മുതലുള്ള ഈ പറഞ്ഞ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റർ, ഈ ഔറംഗസേബ് എന്തൊരു ഡിക്റ്റേറ്ററാണ്. അയാൾ അങ്ങനെ നാട് ഭരിച്ചിരുന്നൊരു മനുഷ്യനാണ്. ഹിന്ദുക്കൾക്ക് ഒരു സ്പെഷ്യൽ ടാക്സും കാര്യമൊക്കെ അടപ്പിച്ച് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇയാൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഔറംഗസേബ്. അപ്പം അങ്ങനത്തെ ഒരാളാണ്, അങ്ങനെ ഒരു ഡിക്റ്റേറ്ററായിട്ട് നടക്കുന്ന ഒരാളുടെ ഒരു സിമിലർ കൈൻഡ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് മോഡിലേക്കാണ് മോദിയും പോണേ എന്ന് പറഞ്ഞ് മോദിയെ എപ്പോഴും ഈ പറഞ്ഞ ഔറംഗസേബുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ സൈഡിൽ വെച്ച പോലത്തെ ഫോട്ടോ ഒക്കെ പല സ്ഥലത്തും സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെ പ്രൊട്ടസ്റ്റിനിടയിലൊക്കെ ആൾക്കാർ വെച്ചുകൊണ്ട് നടക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് മോദിയെ അതുപോലെ ഔറംഗസേബിൻ്റെ ആ ഒരു വേഷഭൂഷകളും തലയിലെ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ആണ് ഈ പ്ലക്കാർഡിൽ ഉണ്ടായിരുന്നത്, അല്ല വേറെ ഒന്നുമില്ല. അത് കണ്ടപ്പോഴത്തേക്ക് ഔറംഗസേബിൻ്റെ ഫോട്ടോ കയ്യിൽ പിടിച്ച് നടക്കുന്നു ഈ പറഞ്ഞ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചാടി ഇറങ്ങിയ ഒരു മിസ്ലീഡിങ് ആണ്. ആ കംപ്ലീറ്റ് റീൽ ഇറ്റ് സെൽഫ് എ മിസ്ലീഡിങ് റീൽ. കാരണം ആ റീൽ എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഈ വെള്ള എഴുത്തിൽ ഈ സാധനം ഔറംഗസേബിൻ്റെ ഫോട്ടോ പിടിച്ച് പോകുന്ന ജെൻസി പ്രൊട്ടസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രൗഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര മിസ്ലീഡിങ് ആവും. മനസ്സിലായോ? ഹിന്ദുക്കൾക്കെതിരെ നിന്ന ഒരു ഡിക്റ്റേറ്റർ ആയിട്ടുള്ള ഒരാളെയാണോ നിങ്ങൾ? അപ്പോൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരും. ഈ സാധനം അറ്റ്ലീസ്റ്റ് കണ്ടതിന് ശേഷം വേണം ദിയ കൃഷ്ണ എടുത്തിട്ട് എന്ത് ചെയ്യാൻ, സ്റ്റോറിയുടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് ദിയക്കുള്ളതെന്നുണ്ടെങ്കിൽ, അതാണ് ദിയയുടെ മൈൻഡ് സെറ്റ് എന്നുണ്ടെങ്കിൽ, ദിയ ഈ സാധനം എടുത്തിടുമ്പോൾ അതിൻ്റെ കാര്യം എന്താ ഉള്ളത്? അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഇഫ് യു ആർ സപ്പോർട്ടിങ് ദം, അവരെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനത്തെ ഫേക്ക് സാധനങ്ങൾ വരുന്ന സമയത്ത് അത് ട്രൂ ആണോ ഫേക്ക് ആണോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തു,
അത് പോസ്റ്റ് ചെയ്യും. സി മാധവ് സുരേഷിൻ്റെ വേ ആണ്, ദാറ്റ്സ് ദ റൈറ്റ് വേ. ഇഫ് യു വാണ്ട് ടു സപ്പോർട്ട് ദാറ്റ് സ്റ്റുഡൻറ്റ്, സപ്പോർട്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചീഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞ രാഷ്ട്രീയം തന്നെ പറയാനും പറ്റണം. ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ്. പക്ഷെ ദിയയുടെ കാര്യത്തിൽ പലപ്പോഴായിട്ട് അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പോൾ ദിയയുടെ കേസിൽ മാത്രമല്ല, സിന്ധു കൃഷ്ണകുമാർ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇന്നലെ അർണബിൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതെന്തോ മറ്റേ ഡീപ് സ്റ്റേറ്റ് ഫണ്ടറായിട്ട് വരുന്ന ഒരു പ്രൊട്ടസ്റ്റാണ്, ഇതൊന്നും റിയൽ അല്ല, അങ്ങനെയൊക്കെ പറയാനുള്ളൊരു സാധനം. അത് അതേപോലെ എടുത്ത് ഷെയർ ചെയ്തിട്ട് സിന്ധു കൃഷ്ണകുമാർ ഷെയർ ചെയ്ത് മേ ബി അവരുടെ രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ സംഘപരിവാർ BJP രാഷ്ട്രീയമാണ് അവരുടെ തോട്ടെന്നുള്ളത് ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മേ ബി അത് അവരുടെ രാഷ്ട്രീയം, അത് നമുക്കൊന്നും പറയാനില്ല. അവർക്ക് അവരുടെ രാഷ്ട്രീയം, നമുക്ക് നമ്മുടെ രാഷ്ട്രീയം എന്നേ പറയാനുള്ളൂ. സോ അവരത് അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഫാമിലി തന്നെ ഒരു ക്ലാരിറ്റി കുറവ് ഈ വിഷയത്തിലുണ്ട് വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ മീഡിയ. കാരണം സോഷ്യൽ മീഡിയയിൽ കൃഷ്ണകുമാർ സ്ട്രെയിറ്റ് അവേ ക്ലിയർ കട്ടായിട്ട് സാധനം പറഞ്ഞിട്ട് പോയെങ്കിലും ഈ സിന്ധു കൃഷ്ണയും അമ്മയും അതേപോലെ വെച്ച് പോയിട്ടുണ്ട്. പക്ഷെ ദിയാകൃഷ്ണയ്ക്ക് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു തരം ചാഞ്ചാട്ടമാണ്. ഓക്കെ, ദിയാകൃഷ്ണ ആ സ്റ്റോറി മാത്രമല്ല, അതിന് ശേഷവും ഇവരെന്തിനിങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, ഗവൺമെൻറ് ഇതിനെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ വേറെ സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റോറിക്കകത്ത് വീണ്ടും കുട്ടികളെ തല്ലുന്നത് എന്താണെന്നുള്ള സാധനമൊക്കെ വെച്ച് അങ്ങനെ പോയി. ദിയാകൃഷ്ണൻ അങ്ങനെയാണ്, അതങ്ങനെ ആയിരിക്കുള്ളൂ. ഇനി അതങ്ങനെ തന്നെ പോട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അനാഷയുടെ ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം ഇവൻ്റെ വീഡിയോ ആണ് നാട്ടുകാർ അയച്ചിരുന്നത്. ഓക്കെ അനാഷ് എന്നുള്ളത്. ഈ ഓക്കെ അനാഷ് ചിലപ്പോൾ വ്യൂവേഴ്സിന് അറിയുമായിരിക്കും. അഖിൽമാരാർ മത്സരിച്ച സമയത്ത്, തൃക്കാക്കര മരിച്ച സമയത്ത് അഖിൽമാരാർ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്കിനി ഇട്ടിട്ട്, അതന്നെ ഇഫ് ഐ എം നോട്ട് റോങ്, വിക്കിനി ഇട്ടിട്ട് ഇവനെ ഓടും കോഴിക്കോട് ബീച്ചിൽ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വീഡിയോസ് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈം ലൈനിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഓക്കെ അനാഷ്. ഓക്കെ അനാഷ് ഒരു ടൈമിൽ ഈ നേപ്പാളിൽ പ്രൊട്ടസ്റ്റ് നടന്നല്ലോ, ജെൻസി പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് ഈ ചെങ്ങായി അവിടെ ടൂറൊക്കെ പോയതാണെന്നുണ്ട്. അപ്പോൾ അതിൽ എന്തായാലും പോയി പെട്ട്, എന്നാൽ പിന്നെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് പോയ ആൾ അവിടുന്ന് കുറേ ജയ്യും വിളിച്ച് എന്തൊക്കെയോ കുറേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പോന്നിട്ടുണ്ട്. ആ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ ടൈമിൽ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഇവൻ്റെ ഒരു വീഡിയോ മേക്കിംഗ് പാറ്റേൺ തന്നെ കണ്ടാൽ എല്ലാവർക്കും അറിയാം ഇവൻ ഇങ്ങനെയാണ്, ഒരു വള്ളി പിടുത്തം അല്ലെങ്കിൽ ഒരു സർക്കാസ്റ്റിക് സാധനം, അങ്ങനെ ഒരു വാലും തുമ്പൊന്നുമില്ല, ചുമ്മാ കാര്യങ്ങൾ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് ഇവൻ്റെ വേ ഓഫ് കോണ്ടന്റ് മേക്കിംഗ് തന്നെ. ഞാൻ വേണമെങ്കിൽ ഒരു സാധനം പ്ലേ ചെയ്യാം. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നേപ്പാളിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിടാൻ വേണ്ടിട്ട് ഇന്ത്യൻ ബോർഡറിൽ എത്താൻ വേണ്ടിട്ട് ഞാൻ നീട്ടി നടക്കാൻ പോട്ടെ. കാരണം ഇവിടെ ഒരു വണ്ടിയും വിടില്ലട വലി. കുറച്ചേരം മുമ്പ് വരെ എനിക്ക് നല്ലൊരു ബസ് കിട്ടിയിട്ടാ ബോർഡർക്ക് പോകാനുള്ള. പക്ഷെ നേപ്പാളത്തെ ജയിലിൽ നിന്ന് ചാടി ഏതോ ഒരു വലിയ തീവ്രവാദി എന്റെ തൊടമേൽ ഒലിപ്പിച്ച് കിടന്നുറങ്ങണ്ടേനു. ഓനെ പോലീസ് പൊക്കിക്കൊണ്ടേ. കുറച്ചേരം മുമ്പ് ഞാൻ ഏതോ ഒരു ചുമന്മേൽ ഇവന്റെ ഒരു ഫോട്ടോ കണ്ടിട്ടാ. പക്ഷെ ആ എരപ്പ ജാതിയാണ് എന്റെ മടി കിടന്ന് ഒലിപ്പിച്ചുറങ്ങണമെന്ന് എനിക്ക് അറിയില്ലല്ലോ. പഠിച്ചോ ഓന്റെ അഞ്ചന ഏറ്റാണ് ഇനിയും കൊണ്ടുപോകത്ത് ഭാഗ്യം. ആൾക്കാരൊന്നും പുറത്തേക്ക് ഇറങ്ങാത്തോണ്ടല്ലേ ബൈക്ക് ടാക്സി ഡ്രൈവർമാരൊക്കെ ഈ സുരേഷ് ഗോപി ഗുലാം ജാം ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കല പണി. അവിടുന്നാണ് ഞാൻ തൊപ്പിന്റെ കൂടുതലുള്ള മമ്മൂന്റെ അതേമാതിരത്തെ ഒരു സാധനത്തിന്റെ ഇവന്റെ ഒരു കോണ്ടന്റ് മേക്കിങ്ങിന്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ഇവൻ കോണ്ടന്റ് ചെയ്യാറ്. ഇവൻ ഇന്നലെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്, ഇഫ് ഐ എം നോട്ട് റോങ്. എഗെയിൻ ഞാൻ പറയുന്നു, ഈ വീഡിയോ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നപ്പോഴാണ് കിട്ടിയത്. എൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ ഈ വീഡിയോ ഇല്ല. ഇവനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ടാർസനേക്കാൾ കൂടുതൽ വള്ളി പിടിച്ച് ജീവിക്കുന്ന ഒരു ലൈഫാണ് ഇവൻ്റെയൊക്കെ. അതാണ് അവസ്ഥ. മോഗ്ലിയും ടാർസനൊന്നും ഒന്നുമല്ല ഇവരെ മുന്നിൽ. കാരണം അമ്മാതിരി വള്ളി കൊടുത്ത ഈ രാജ്യത്ത് ഇത്രയും വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിൽ സർക്കാസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും പറയാനാണെങ്കിൽ തന്നെ അത് സർക്കാരിനെ വിമർശിച്ചും ഇവിടുത്തെ സിസ്റ്റത്തിനെ വിമർശിച്ചുകൊണ്ടും പറഞ്ഞിട്ട് പോവാം. പക്ഷെ ഇവൻ എന്താ പറയുക, ഒരുമാതിരി സ്വയം അങ്ങോട്ട് ഇരുന്നിട്ട് എന്നാ പിടിച്ചോ ഇന്നേന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഇട്ട് കൊടുത്ത്. ഹലോ ഗൈസ്, ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് കണ്ടങ്ങള് പോലീസുകാരെ അടിച്ചിട്ട് കുത്തി തോക്കണോണ്ടങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ല സെപ്റ്റംബറില് നേപ്പാളിൽ എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കഴിഞ്ഞാൽ അവിടെ കേരളത്തിൽ നിന്നാണ് അപ്പളാ വള്ളി വന്നേ. ഇതിപ്പോ നമ്മുടെ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു ഡൽഹിക്ക് പോകാൻ. പക്ഷെ ഞാൻ എന്താ പോകത്തെന്നറിയാം, ഒരു ആഴ്ച മുമ്പ് ഞാനേ നാട്ടില് കുറെ ടർഫ് കളിച്ചിട്ട് കുത്തി വീണു. അവിടെ എല്ല് കുത്തി വീണു. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2 ആഴ്ചക്ക് മറ്റേന് മാത്രമല്ലാതെ ഇത് യൂസ് ചെയ്യരുത്. അതുകൊണ്ട് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കാൻ, ഞാനിനി അഥവാ പ്രൊട്ടസ്റ്റിനൊക്കെ പോയിട്ടുണ്ടെങ്കിലേ അഥവാ ഞാൻ സേഫ് ആയിട്ട് നിൽക്കലുള്ളൂ. ഞാൻ അഥവാ അല്ലെങ്കിൽ എന്താണ് അവിടെ നോക്കിക്കണെന്ന് പറഞ്ഞാണ് കുണ്ടി കടിച്ചാലോ പിന്നെ നീച്ചെടുക്കാൻ കയ്യിലെ വച്ചു. അതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ നമ്മളെപ്പോഴും അവിടെ എത്തിന്. എടാ കൈകളൊക്കെ പോട്ടാ. എടാ ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചിലപ്പോല്ലേ ഹിസ്റ്റോറിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്.
കഴിഞ്ഞ കൊല്ലം നേപ്പാൾ, അതിന്റെ മുമ്പത്തുള്ള ശ്രീലങ്ക, അതിന്റെ മുമ്പത്തുള്ള ബംഗ്ലാദേശ്, ഈ കൊല്ലം എന്തുകൊണ്ട് ഇന്ത്യ ആയിക്കൂടാ? ഉള്ള പഞ്ചാബികളൊക്കെ അത് ഇറങ്ങിണ്. ഇനിയിപ്പോ ബീഹാരികളും കൂടി വന്നാൽ കണക്കായി. ബീഹാരികൾ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയില്ല, മറ്റേ കൊല്ലക്കാരമാതിരി അടിച്ചിട്ട് ഓരോരുത്തരും പോലീസുകാരുണ്ടാവും ഇങ്ങനെ ജിമ്മിന്റെ വരെ ഇങ്ങനെ ഒക്കെ ഉണ്ടാവും പോലീസുകാരെ പിടിച്ചാണ്ട്. ഓ എന്തൊരു തല. ഫസ്റ്റ് ദിവസമൊക്കെ കുട്ടിയൊക്കെ കിട്ടുന്ന കണ്ടിട്ട് ആകെ ചോര കൊലിച്ചിട്ട് ഭയങ്കര സങ്കടം. പിന്നെ അങ്ങോട്ട് ആൾക്കാർ തിരിച്ചെല്ലാം തുടങ്ങിയില്ലേ. ആ പഞ്ചാബിയുടെ അടുത്തൊക്കെ നല്ല ഡബിൾ വയറിൽ സാധനം ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ടക്ക 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 ടക്ക. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങള് മൂന്നാളും ഒരു പീരങ്കി ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജൻസികള് പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും, ഇവർക്ക് എന്താ ആലോചിക്കാന്. അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞല്ല നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കണ അവിടെ കണ്ട് മൂത്രയിക്കണേ, ഓരോരുത്തർ കിസ് അടിക്കണേ, അങ്ങനത്തെ പല പല സീന് വരാണ്ടടാ. പോയി പങ്കെടുക്കടാ. ഞാൻ ഒരാഴ്ചയും കൂടി കേട്ടെ, ഇതൊന്നും മാറട്ടാ. അത് നല്ലപോലെ ഇരിക്കാൻ തന്നെ കഴിയില്ല, അടിയിൽ സ്പോഞ്ച് വെച്ചാണ്ട് ഇരിക്കണം, അറിയോ? എല്ലിന് പ്രശ്നമാടാ. കളിക്കാൻ പോലും ഒരു കളിച്ചിട്ട് എത്ര കാലായി അറിയോ? എന്തായാലും സാധനം തീരാഞ്ഞാ മതിയേന്. അങ്ങനല്ല, സംഭവം സക്സസ് ആവടാ. കണ്ടിട്ട് അതാട്ടാ തോന്നണേ. എന്താ അനാവശ്യ എൻ്റെ കഥ എന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അനക്ക് തീരെ തലയ്ക്ക് കഥല്ലേ? എന്തൊരവസ്ഥയാടാ. അനക്ക് മിക്കവാറും പോലീസുകാരനെ ഒരു പാമ്പേഴ്സും മേടിച്ചെന്ന് എണ്ണപ്പാത്തി കയറ്റി ഓരെന്നെ ചവിട്ടി തിരുമ്പിക്കോളും. ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് പറയുന്നതിന് മുന്നേ ചിന്തിച്ചൂടെ? സർക്കാസം വെച്ചിടാനാണെങ്കിൽ ഇത് സർക്കാസത്തിലൊന്നും നിൽക്കുന്ന ഐറ്റം അല്ല, മനസ്സിലായോ? ഇതിപ്പോഴൊന്നും തീരരുത്. ഇത് തീരണ്ടേ. അല്ലാതെ ഈ കുട്ടികൾ ഫുള്ള് ഇങ്ങനെ അടി വാങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പിന് ഇങ്ങനെ അവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അവിടെ. എന്താ എൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഈ എന്നെ പറയണു നേപ്പാളിൽ പോയിട്ട് ഈ ആരൊക്കെയോ തലടിച്ച് പൊട്ടിച്ചു എന്നുള്ളത്. പൊന്നാര മുത്തേ, ഈ കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ച് പറയുന്നു, ഈ നമ്മളെ എന്താ പറയുക പാർലമെൻറ്റ് കയറി മറ്റേ വെടിവെച്ചിടണ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. മാൻ, യു ആർ മാഡ് ഔട്ട് ഓഫ് യുവർ ബ്രെയിൻ. കമോൺ, ഒരു എന്തെങ്കിലും ഒരു അപ്പോളജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിയിട്ടിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ഇതൊക്കെ കേസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടിയാൽ കൂടാത്ത കേസായിരിക്കും. അങ്ങനത്തെ ഐറ്റാണ് ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനത്തെ സാധനമാണ്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ എന്താ പറയുക, ഇത് എടുത്തുചാട്ടം എന്നൊക്കെ ഉള്ളതിൻ്റെ ഏറ്റവും എക്സ്ട്രീം സാധനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഡോണ്ട് ഡു ദിസ്. ഇഫ് യു വാണ്ട് ടു സപ്പോർട്ട് ദം, നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താ ചെയ്ത് രാജ്യത്തിനെതിരെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുതൽ തല്ലിപ്പൊട്ടിക്കുന്നതിനെതിരെയോ പോലീസുകാരുടെ എതിരെയുള്ള വയലൻസിനെതിരെയോ എന്നുള്ള ഒരു ആഹ്വാനമായിട്ട് മാറരുത്. മനസ്സിലായോ? ഡെമോക്രസിയുടെ ബുക്ക് കത്തിക്കുന്ന എന്തുവാടെ ഇത്? ഇവന് വയ്യ, ഇവന് കഷ്ടം. അതങ്ങനെ ഒരു ഐറ്റം കണ്ടു. ഈ വേറൊന്ന്, ഐ എം അലി അംജദ്, വയനാടാണ്. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. എബീസ് ഫ്രം എർത്ത്, ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, ആൻഡ് ദാറ്റ്സ് ഡീപ്ലി കണക്റ്റഡ് ടു ഇസ്ലാം, ഈവൻ Solomon Sulaiman. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. എൻ്റെ പൊന്നളിയ, ഓൾറെഡി അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ പാകിസ്ഥാനികളായിട്ടും അല്ലെങ്കിൽ ആൻറ്റി നാഷണലായിട്ടും രാജ്യദ്രോഹികളൊക്കെ ആയിട്ട് ചാപ്പ കുത്തപ്പെടുന്നൊരു സമയം. നീ അവിടുന്ന് കേരളത്തിൽ നിന്ന് പോയൊരു മുസ്ലിമാണെന്നും ഈ കൂറകളും അല്ലെങ്കിൽ പാറ്റകളൊക്കെ ഇതേപോലെ പ്രൊട്ടസ്റ്റിന് നടന്നത് ലോകാവസ്ഥാനം ആണെന്നുള്ളത് മതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇതൊക്കെ മാറൂടി. ഇത് ഇങ്ങനെ എന്തിനാണ് ഇതിൽ മതം കൂട്ടിക്കുഴയ്ക്കുന്നത്? എന്തിനാണ് അതിൽ മതം കൊണ്ടുവരേണ്ട ആവശ്യം? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം വരണം. ഇതുവരെ ഇവിടെ നടന്ന പ്രശ്നങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്ത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം. ദാറ്റ്സ് ഇറ്റ്. അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി ഇവിടെ ഏതൊക്കെ രീതിയിൽ ഈ സാധനങ്ങൾ ഡൈവേർട്ടായിട്ട് പോകുന്നത്. ഇങ്ങനത്തെയൊക്കെ ചെറിയ സാധനങ്ങൾ കിട്ടിയാൽ മതി. BJP സൈബർ ഹാൻഡിലുകൾക്ക് ഇതൊക്കെ വേറെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ, ഭയങ്കര ഈസിയാണ്.
അതൊക്കെ ചിന്തിച്ചും അറിഞ്ഞും ഒക്കെ പ്രവർത്തിക്കാന്നല്ലാതെ എന്ത് പറയാം. അതിനിടയിൽ ഇന്നലെ ടൊവിനോ ഇതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ടൊവിനോൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് കുറച്ച് BJPയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഓക്കെ, CJP സമരത്തിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ അവിടെ പോയി നിന്നിട്ട് മുഖവും പൊത്തി അവർ നിന്നിട്ട് ടൊവിനോക്കെതിരെ ഭയങ്കര സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ. എല്ലാം ഒരു തരം സമരം വിളി അല്ല എന്ന് പറയാൻ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എക്സ് മേജർ രവി. ഓക്കെ, അങ്ങേര് ഈ വിസ്മയ മോഹൻലാലിൻ്റെ ഒരു പോസ്റ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞല്ലോ, ആ ഇട്ടോടുകൂടി ആ കുട്ടി ഏറെ പോയി എന്നുള്ളത്. അതിനൊരു എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം കുറച്ച് ആൾക്കാർ എനിക്ക് വിളിക്കുന്നുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തോണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നതും അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട് നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് ഈ സംഭവം, എന്താണ് ഈ അജിറ്റേഷൻ? അവിടെ കണ്ട് ചെറിയ കുട്ടീനെ അടിക്കുന്നു, കുട്ടികളെ അടിക്കുന്നു എന്ന് കണ്ടപ്പോ ചെറിയ കുട്ടിയില്ല അവിടെ. കുട്ടികളെന്ന് നിങ്ങൾ പറയുന്നവരേ ഉള്ളൂ. അപ്പൊ അവിടെ വന്നിരിക്കുന്നവർ മുഴുവൻ എന്താ ചോദിച്ചാൽ ഞാൻ നീറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, എന്നിട്ട് എന്താ നീറ്റിന്റെ ഫുൾ ഫോം എന്താ, അതുപോലെ അറിയാത്ത ആൾക്കാരാണ് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ആ കുട്ടിയുടെ ആ ഒരു വികാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല. പലതും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതുമാണ്. അതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. എന്താണ് എക്സ് മേജർ രവി സാർ തോറ്റ MLA, നിങ്ങൾ എന്താണ് പറയുന്നത്? ആ കുട്ടിക്ക് വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയുള്ളൊരു കുട്ടിയല്ലേ? ആണോ അല്ലേ? ഒരു പോസ്റ്റ് റീഷെയർ ചെയ്യുമ്പോൾ സ്റ്റോറിക്കകത്ത് ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം അതിനകത്ത് എന്താ എഴുതിയിട്ടുള്ളതെന്നും എന്താണ് ആ കുട്ടി എൻഡോസ് ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഹ്യൂമാനിറ്റി, മനസ്സിലായോ? മനുഷ്യത്വത്തിൻ്റെ മാത്രം ബേസിസിൽ ഒരു പട്ടിയെ അഡോപ്റ്റ് ചെയ്ത പോലെ ആ കുട്ടി ഇവിടെ കുറച്ച് ആൾക്കാർ തല്ലുകൊള്ളും, എന്തിനും ഒരു തല്ലു, ആ ഒരു മോട്ടീവിൽ മാത്രമായിട്ടാണ് ആ കുട്ടി ആ സ്റ്റോറി ഇട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എങ്ങനെ എത്ര ക്ലിയർ ആയിട്ട് പറയാം ആ കുട്ടിക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയില്ല, പൊളിറ്റിക്സ് ഇല്ല എന്നുള്ളത്? ഏതോ രാജ്യത്ത് അടികൊണ്ട് കടന്ന ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വളർത്തി നോക്കണമെന്നുണ്ടെങ്കിൽ ഷീ ഡെഫിനറ്റ്ലി ഹാവ് എ സ്ട്രോങ് പൊളിറ്റിക്സ്. അതൊരു പക്ഷേ BJPയുടെ പൊളിറ്റിക്സ് ആവണമെന്നില്ല, മനസ്സിലായോ? നിങ്ങളെയൊക്കെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് അത് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു ടൈമായപ്പോൾ ആ കുട്ടി അത് പ്രകടിപ്പിച്ചു. അതിന് സാറ് ഇങ്ങനെ വന്ന് പറയും, മോഹൻലാലിന് പോലും വന്ന് പറയാൻ പറ്റില്ല. ഒന്നിനാത്രം പോകുന്ന ഇവിടെ എന്ത് വേണം വേണ്ട എന്നുള്ളത് അവർക്ക് തന്നെ തുറന്ന് പറയാൻ പറ്റുന്ന ഫ്രീഡമുള്ള കേപ്പബിൾ ആയിട്ടുള്ളൊരു നാട്ടിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വന്നിരുന്നിട്ട് അവരിങ്ങനെ അങ്ങനെയെന്നൊന്നും പറഞ്ഞിട്ട് ഈ സാധനം വളച്ചൊടിച്ച് കൊണ്ടുപോകല്ലേ. ചുമ്മാ അങ്ങനത്തെ കുറേ സാധനങ്ങൾ വേറെ. ഇനി ഗോപാലകൃഷ്ണൻ ക്യാമൽ സാർ, ഗോപാലകൃഷ്ണൻ സാർ ഇന്നലെ മാതൃഭൂമിയിൽ വന്നിട്ട് ഭയങ്കര ഫയർ ചെയ്ത് കുറേ ചോദ്യം ചോദിച്ചു. അഭിലാഷ് നൈസായിട്ട് ആകെ ഒരു ഉത്തരം അതിന് പറഞ്ഞുള്ളൂ. ഇതോടുകൂടി ഗോപാലൻ സാറെ ഫ്യൂസ് പോയി. നിങ്ങളുടെ വിദ്യാർത്ഥി സമരത്തേക്ക് പറയാം. വിദ്യാർത്ഥികളുടെ സമരമാണോ? വിദ്യാർത്ഥികളുടെ സമരം തന്നെയാണോ അവിടെ നടക്കുന്നത്? എനിക്ക് ചെറിയ അത്ഭുതം. എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില ഇൻഫർമേഷൻസും ഇപ്പോഴത്തെ പുതിയ ചില വെളിപ്പെടുത്തലുകളും വെളിയിൽ വന്നിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം, ഞാൻ ഒന്നാമത് ചോദിക്കുക, ഇവിടെ വന്നിട്ടുള്ള അഭിലാഷ് മോഹൻ അടക്കം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്തിനാണ്? ഞാൻ ഇതിന്റെ ഒരു കാരണം ഒന്ന് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് നീറ്റ് എക്സാം കുളമായി 2 തവണ നടത്തേണ്ടി വന്നു. രാജ്യത്ത് 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. CBSE പരീക്ഷ കുളമായി. CBSEയുടെ 12ാം ക്ലാസ് മൂല്യനിർണ്ണയം നാശമായി. അങ്ങനെ
ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടി. അപ്പൊ അതിനൊരാൾ അക്കൗണ്ടബിൾ ആവണ്ടേ, ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. ഫ്യൂസ് പോയി, ഗോവർഷൻ സാറ് ഫ്യൂസ് പോയി. സിമ്പിളായിട്ട് 2-3 പോയിന്റ് അഭിലാഷ് ഇതന്നെ എല്ലാവരും പറയുന്നുള്ളൂ. ദയവേത് BJP-ക്കാർ മനസ്സിലാക്കുക, 3-4 പോയിന്റ്സ് ഇതിനകത്തുള്ളൂ. നിങ്ങൾ ഇതിനിടയിൽ കടന്നുകൂടിയ കോക്രോച്ച് ജനതാ പാർട്ടീനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ്സിനെയോ നിങ്ങൾ അവരൊന്നും കാണണ്ട. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലാഭം മറ്റേത് മറിച്ചെന്ന് പറഞ്ഞ പരിപാടികളൊക്കെ കാണുമായിരിക്കും. പക്ഷേ അവിടെ ഒത്തുകൂടിയ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ അവരുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഒക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ നാളുകളിലെ അടുത്തൊരു ജനറേഷന് ഇനി ഇതേപോലെ റോട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് ജെൻസി. ഞാൻ നേരത്തെ മെഹറിൻ്റെയും റെന ഫാത്തിമേൻ്റെ ഒക്കെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ പറഞ്ഞപ്പോൾ ബാക്കി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു പറയാൻ. അതിതാണ്, പല സ്ഥലത്തും പ്രൊട്ടസ്റ്റ് നടന്നു. ബട്ട് ബീഹാർ വാസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. ബാരിക്കേഡ് ഉന്തി കട്ടൗട്ട് പോവുക, പോലീസ് ഇതെല്ലാം വരുമ്പോൾ നാഷണൽ ആന്തം പാട്, അവിടെ പോലീസുകാരൊക്കെ ആയിട്ട് വടംവലി കളിക്കുക, പിന്നെ വാട്ടർ കനൽ ഓണാക്കിയിട്ട് നാട്ടുകാർക്കെതിരെ വെള്ളമടിച്ച സമയത്ത് പോലീസ് അവിടെ നിന്ന് ഡാൻസ് കളിക്കുക, പോലീസുകാരുടെ ലാത്തിയും മറ്റേ തൊപ്പിയും ചട്ടയൊക്കെ ആയിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകുക, എന്താ PUBG കളിക്കണ പോലെ വന്നിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോവുക. ഇവർ വേറെ ഏതോ മൂഡിലായിരുന്നു ഈ ബീഹാറികൾ മൊത്തത്തിൽ, ബീഹാർ നാട് മൊത്തം ഈ പ്രൊട്ടസ്റ്റിന് നേരിട്ടത്. എന്തെന്നാ പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ജെൻസി പ്രക്ഷോഭമാണ്. ബാരിക്കേഡൊക്കെ സാധാരണ നമ്മൾ എന്താ കാണാറ്, ഒരു കോൺഗ്രസോ BJP-ക്ക് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കി ആദ്യം തല്ലി പൊട്ടിക്കുക ബാരിക്കേഡാണ്. ഇവിടെ നൈസായിട്ട് എന്ത് ചെയ്തു, ജെൻസീസ് ആണല്ലോ, ബാരിക്കേഡിൻ്റെ ഉപയോഗം അവർക്ക് മനസ്സിലായി. അവർ നൈസായിട്ട് അവരുടെ ഷെഡി അടക്കം ഉണക്കാൻ കൊണ്ടുപോയി, ബാരിക്കേഡിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടു. സോ ദാറ്റ്സ് ഇറ്റ്. സി, ജെൻസി പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ഇന്നവിറ്റബിളാണ്. അതൊക്കെ അവർ ചെയ്യും. അല്ലാതെ കൺവെൻഷനലായിട്ട് എപ്പോഴും മറ്റേ ലക്ഷം പിന്നാലെ എന്നൊക്കെ പറഞ്ഞ് തീപ്പന്തവും കത്തിച്ച് 4 ബാനറും പിടിച്ച് പോണതല്ല. ഓക്കെ, കാലം മാറുന്നതനുസരിച്ച് മാറിയ തലമുറയ്ക്ക് ദിൽ അഡാപ്റ്റ്, ദിൽ ഇവോൾവ്, ദിൽ ക്വസ്റ്റ്യൻ, മനസ്സിലായില്ല? പക്ഷെ അവർക്ക് അതിൻ്റേതായ രീതികൾ കാണും അവർക്ക്. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം, അവരെ വെച്ച് ഗെയിം കളിക്കാം എന്നൊക്കെ ചിന്തിച്ച് അവിടെ പോയവരുണ്ടെങ്കിൽ അവർക്കും തെറ്റി. അതും നടക്കാൻ പോകുന്നില്ല. എന്താണെങ്കിൽ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനിയും കുറേ കാര്യങ്ങൾ എന്താ ഇതിൻ്റെ ഒരു അവസാനം എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ഇതിനിടയിൽ ആരൊക്കെ ഏറെ പോവും, ആരൊക്കെ സെൻസിബിളായിട്ട് സംസാരിക്കുന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം.